യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ അവലോകനം ചെയ്യുകയായിരുന്നു. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് സങ്കീർണമായൊരു പ്രക്രിയയാണെന്നും അതെങ്ങനെയാണ് നടക്കുന്നതെന്നെല്ലാം നമ്മൾ സവിസ്തരം കണ്ടു കഴിഞ്ഞു. ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ ഒരു പുതിയ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷനും ക്രിസ്തുവിൻ്റെ വികാരിയുമായ മാർപ്പാപ്പ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിന് അപ്രമാദിത്വമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ അപ്രമാദിത്വത്തെക്കുറിച്ച് കത്തോലിക്കരായ നമ്മൾ വിശ്വസിക്കുമ്പോഴും അകത്തോലിക്കരുടെ ഇടയിൽ പലപ്പോഴും അതിന് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവർ പറയുന്ന ന്യായീകരണം ഇതാണ്: അദ്ദേഹവും മാർപ്പാപ്പയും ഒരു മനുഷ്യനല്ലേ, സ്വാഭാവികമായ ബലഹീനതകളും കുറവുകളൊക്കെ അദ്ദേഹത്തിനുള്ളപ്പോൾ എന്താണ് ഇങ്ങനെ നിങ്ങൾ അപ്രമാദിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഈ അപ്രമാദിത്വം എന്ന് ഉദ്ദേശിക്കുന്നത്? എന്ത് കാര്യങ്ങളിലാണ് മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വം? ഈ വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതെന്നായിരിക്കും. കത്തോലിക്ക സഭയിൽ ഉള്ള ഒരു വിശ്വാസമാണ്, കത്തോലിക്ക സഭയുടെ ഒരു പ്രഖ്യാപനമാണ് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം. അത് എല്ലാ കത്തോലിക്കരും വിശ്വസിക്കേണ്ട ഒരു സത്യമായിട്ട് 1870 അതായത് ഒന്നാം വത്തിക്കാൻ സുനോഗോദോസ് 1869 1870 കാലഘട്ടത്തിലാണ് നടന്നത്. അതിൽ 1870 അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വമുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്രമാദിത്വം എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ ചില പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് തെറ്റ് ഉണ്ടാവുകയില്ല, ഇൻഫാല്യബിൾ ആണ്. പക്ഷേ ഈ പ്രഖ്യാപനത്തിന് മുമ്പായിട്ടുള്ള ചർച്ചകൾ, ഇങ്ങനെ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ സുനോഗോദോസിൽ നടന്നു, ഒന്നാം വത്തിക്കാൻ സുനോഗോദോസിൽ നടന്നു. അപ്പോഴതേക്കുറിച്ച് സുനോഗോദോസിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മെത്രാന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അവസാനം വോട്ടെടുപ്പ് നടത്തിയിട്ട് അദ്ദേഹം ചില പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുണ്ടാവുകയില്ല, അപ്രമാദിത്വം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അത് എല്ലാവരും വിശ്വസിക്കേണ്ട സത്യമാണെന്നുള്ള കാര്യം കത്തോലിക്കർ വിശ്വസിക്കേണ്ടതാണെന്നുള്ള സത്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഏതെല്ലാം മേഖലകളാണെന്നുണ്ട്. അപ്പം ഞാൻ അതേക്കുറിച്ച് പറയാം. ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പറയുന്നത്. ഒന്നാം വത്തിക്കാൻ സുനോഗോദോസിൽ 1870 വെച്ച് നടത്തിയ ഒരു പ്രഖ്യാപനമാണ്, മാർപ്പാപ്പ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്, തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനം ആണ് അപ്രമാദിത്വം, മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വം ഉണ്ട് എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ അന്നും ഈ കൗൺസിലിൽ തന്നെ അതിനോട് സാറ് പറഞ്ഞ ഒരു പലർക്കും അകത്തോലിക്കരായിട്ടുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ തീരുമാനത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചില സഭാപിതാക്കന്മാർ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് അതൊരു വസ്തുവാണ്. ഇനി അകത്തോലിക്കർക്ക്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മറ്റ് ക്രൈസ്തവർക്ക്, കത്തോലിക്കർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കത്തോലിക്കരുടെ ഇടയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്യൂങ് എന്ന് പറയുന്ന. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, ഇത് വിവാദപരമായിട്ടുള്ള ഒരു വിഷയമാണ് അകത്തോലിക്കരുടെ ഇടയിൽ. അതുപോലെ തന്നെ കത്തോലിക്കരുടെ ഇടയിൽ ഏതാനും ചില ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് പറയാം.
ഇനി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ കത്തോലിക്കർക്ക് പോലും വാസ്തവത്തിൽ എല്ലാവർക്കും എന്നല്ലേ പറഞ്ഞത്, കുറച്ച് പേർക്കെങ്കിലും ഇല്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ധാരണ. അപ്പം മാർപ്പാപ്പായ്ക്ക് തെറ്റ് പറ്റുകയില്ല എന്നാണ് പൊതുവേ കണക്കാക്കിയിരിക്കുന്നത്. അത് അങ്ങനെയുള്ള ഒരു തത്വത്തിൽ നിന്നിട്ട് ശേഷം നമ്മൾ ചിന്തിക്കുകയാണ്, മാർപ്പാപ്പ മനുഷ്യനല്ലേ, മനുഷ്യനെന്നുള്ള നിലയിൽ തെറ്റുപറ്റിയല്ലേ, തെറ്റുപറ്റിയ ചരിത്രമില്ലേ, മാർപ്പാപ്പ എടുത്ത തീരുമാനങ്ങൾ തന്നെ വാസ്തവത്തിൽ പിന്നീട് തിരുത്തിയിട്ടില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റാം എന്നുള്ളൊരു കാര്യത്തിലേക്ക്, അപ്പോൾ അപ്രമാദിത്വം എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യത്തിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സാർ ചോദിച്ചതുപോലെ എന്താണ് അപ്രമാദിത്വം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അപ്രമാദിത്വത്തോടു കൂടിയുള്ള പ്രഖ്യാപനം എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മെത്രാൻ സംഘത്തിൻ്റെ തലവനായ മാർപ്പാപ്പ സകല വിശ്വാസികളുടെയും ഇടയനും, അത്യുന്നതനായിട്ടുള്ള ഇടയനും, അതുപോലെ തന്നെ പ്രബോധകനും അധ്യാപകനും എന്നുള്ള നിലയിൽ തൻ്റെ അജഗണത്തെ, കർത്താവ് ഏൽപ്പിച്ച തൻ്റെ അജഗണത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനായിട്ട് വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച് ഒരു സത്യം ഔദ്യോഗികമായ ഒരു നടപടിയിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് അപ്രമാദിത്വമുണ്ട് എന്നുള്ളതാണ്. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം സഭയുടെ ഒരു പ്രബോധനമാണ്. അതായത് മെത്രാൻ സംഘത്തിൻ്റെ തലവനായ മാർപ്പാപ്പ സകല വിശ്വാസികളുടെയും അത്യുന്നതനായ ഇടയനും അധ്യാപകനും എന്ന നിലയിൽ തൻ്റെ സഹോദരങ്ങളെ, തനിക്ക് ഏൽപ്പിച്ചിട്ടുള്ള, ദൈവം ഏൽപ്പിച്ചിട്ടുള്ള അജഗണങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ട് വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച ഒരു സത്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അപ്രമാദിത്വമുള്ളത്, അദ്ദേഹത്തിന് തെറ്റ് സംഭവിക്കാത്തത് എന്നുള്ള കാര്യമാണ്. ഫെയ്ത്ത് ആൻഡ് മൊറാലിറ്റി, അതാണ്. അതിലൊരു 4 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്, ശരിയാണ്. അതിൽ 4 വ്യവസ്ഥയുണ്ട്. ഈ 4 വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അപ്രമാദിത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒന്ന്, തൻ്റെ അജഗണത്തെ, അതായത് തനിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസികളെ, തൻ്റെ അജഗണത്തെ പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഈ പ്രഖ്യാപനം. അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത്, അദ്ദേഹം പരമോന്നതനായ ഇടയനും അധ്യാപകനും എന്ന നിലയിലുള്ള തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ലത്തീനിൽ എക്സ് കത്തേദ്ര എന്ന് പറയും. അധികാരം എക്സ് കത്തേദ്ര എന്ന് പറയുമ്പോഴത്തേക്കും ലത്തീനിലെ എക്സ് കത്തേദ്ര എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഫ്രം ദ ചെയർ, അതായത് കസേര കിട്ടുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, നമ്മൾ മലയാളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പൊ മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ. കസേര എന്ന് പറയുമ്പോൾ അധികാരം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. കസേര ഉറപ്പിക്കുന്നു, നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. കസേര തെറിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അധികാരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു, അധികാരം നഷ്ടപ്പെടുന്നു. കസേര കിട്ടാനുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് അധികാരം കിട്ടാനുള്ള ആഗ്രഹം. ഇപ്പം എക്സ് കത്തേദ്ര എന്ന് പറയുമ്പോൾ തൻ്റെ അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഉള്ള ഒരു പ്രഖ്യാപനമാണ്. അത് പരമോന്നത ഇടയനും അധ്യാപകനും എന്നുള്ള നിലയിൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പം രണ്ടാമത്തെ ഒരു വ്യവസ്ഥ അതാണ്. ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് തൻ്റെ അജഗണത്തെ പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. എക്സ് കത്തേദ്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വേണ്ടേ? അതെ, അങ്ങനെയാണ്. എക്സ് കത്തേദ്ര നിന്നുകൊണ്ടല്ല, ഇങ്ങനെയുള്ള എന്തുണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എക്സ് കത്തേദ്ര. ഇനി മൂന്നാമത്തത്, വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച കാര്യങ്ങളായിരിക്കണം വിഷയത്തിൽ. റെസ്ട്രിക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ചുള്ള കാര്യമായിരിക്കും. സൂര്യന് കീഴിൽ എന്തും അതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു തത്വത്തെക്കുറിച്ച്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു
സംസാരമല്ല വാസ്തവത്തിൽ. അല്ല, പണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ പറയുന്നു. പക്ഷെ അന്നേരം മറ്റു വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ട് ഇതിനോട് ചേർന്ന് നിന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമല്ല, അപ്പോൾ അറിവാണ്. ഒരു മാർപ്പാപ്പായുടെ അറിവിൽ പരിമിതിയുണ്ട്. പക്ഷേ വിശ്വാസത്തെയും സന്മാർഗത്തെ സംബന്ധിച്ച കാര്യമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഇൻഫാലിബിലിറ്റിക്ക്, അപ്രമാദത്തിൻ്റെ കീഴിൽ വരുന്നത്, വരേണ്ടത് എന്നുള്ളതാണ്. മാർപ്പാപ്പ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നു സാധാരണഗതിയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഒക്കെ വെച്ചുകൊണ്ട്. അതല്ല, അതിന് അപ്രമാദിത്വം ഇല്ല വാസ്തവത്തിൽ. അത് ശരിയാകാം, തെറ്റാകാം എന്നുള്ളതാണ്. പക്ഷേ ഇത് വിശ്വാസത്തെ മൂന്നാമത്തെ കാര്യം വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സഭ മുഴുവനും വേണ്ടി നടത്തുന്ന ഒരു പ്രഖ്യാപനമായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ 4 വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ വാസ്തവത്തിൽ അപ്രമാദിത്വമുള്ള പ്രഖ്യാപനമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് 4 എണ്ണം. ഇതാണ് ഈ വ്യവസ്ഥകൾ പൂർത്തിയാകുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വ്യവസ്ഥകളിൽ ഇങ്ങനെയുള്ള പ്രഖ്യാപനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കറിയാമല്ലോ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. അപ്പോൾ സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഓർക്കണം. അധികാരം കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വാഗ്ദാനം ചെയ്യുകയും പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ അത് കണ്ടിട്ടുള്ളതാണ്. ചില എപ്പിസോഡുകളിൽ നമ്മളതേക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റുകൂടാതെ തൻ്റെ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ട്, തെറ്റുകൂടാതെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ദൗത്യമുണ്ട്. പക്ഷേ ദൈവം അതിനുള്ള സഹായവും നൽകുന്നുണ്ടെന്നാണ്. അതാണ് മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വമുണ്ട് എങ്കിൽ പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്രമാദിത്വം. കാരണം മെത്രാന്മാരുടെ തലവനാണല്ലോ മാർപ്പാപ്പ. അപ്പോൾ ഈ അപ്രമാദിത്വത്തിൽ മെത്രാന്മാർക്കും പങ്കാളികളാണോ? ആ ചോദ്യം ഇതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത്, പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയോട് ചേർന്ന് ഈ പ്രബോധനാധികാരം മെത്രാന്മാരുടെ സംഘം ഇതിനോട് ചേർന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ അല്ലെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന അപ്രമാദിത്വം ഉണ്ടെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് സാർവത്രിക സൂനകദോസിന് ഈ അപ്രമാദിത്വമുണ്ട്. സാർവത്രിക സൂനകദോസ് വിളിച്ചു കൂട്ടുന്നത് പരിശുദ്ധ പിതാവാണ്, മാർപ്പാപ്പയാണ്. അപ്പോൾ ഈ സൂനകദോസിൽ മാർപ്പാപ്പയോട് ചേർന്ന് ഈ സൂനകദോസ് എടുക്കുന്ന ഈ പറഞ്ഞ വിശ്വാസത്തെയും സന്മാർഗത്തെയും ഒക്കെ സംബന്ധിച്ച് ഉള്ള കാര്യം ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഔദ്യോഗികമായിട്ട് സുനകദോസിൻ്റെ അധികാരം ഉപയോഗിച്ച്, മെത്രാൻ സംഘത്തിൻ്റെ അധികാരം ഉപയോഗിച്ച്, മാർപ്പാപ്പ തലവനായിട്ടുള്ള മെത്രാൻ സംഘത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സാർവത്രിക സഭയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പ്രഖ്യാപനം ഇതാണ്. അപ്പോൾ സാർവത്രിക സൂനകദോസിനും ഇതിന് ഉള്ള അധികാരം, അപ്രമാദിത്വം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മെത്രാൻ സംഘത്തിനുണ്ട്. ഈ മറ്റൊരു സംശയം, കാലാകാലങ്ങളിൽ മാർപ്പാപ്പമാർ ചാക്രിക ലേഖനങ്ങൾ ഇറക്കാറുണ്ട്. ഈ ചാക്രിക ലേഖനങ്ങൾക്ക് ഈ അപ്രമാദിത്വമുണ്ടോ? ചാക്രിക ലേഖനങ്ങൾ ഉണ്ട്. ചാക്രിക ലേഖനങ്ങൾ മാർപ്പാപ്പമാർ ഓരോ വിഷയത്തെ സംബന്ധിച്ചുള്ള, ഫാമിലിയെ, കുടുംബത്തെ സംബന്ധിച്ചുള്ള ചാക്രിക ലേഖനം, ഇങ്ങനെ ഓരോ ചാക്രിക ലേഖനങ്ങൾ, സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ചാക്രിക ലേഖനങ്ങളും ഒക്കെ ഇറക്കുന്നുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ചുള്ളതാണ്. അത് വാസ്തവത്തിൽ അത് പൊതുവായിട്ടുള്ള സഭാ സമൂഹത്തിന് മുഴുവനായിട്ട് ഉള്ള ഇതാണ് ചാക്രിക ലേഖനം എന്നുണ്ട്. പക്ഷേ ഈ ചാക്രിക ലേഖനം എന്ന് പറയുമ്പോഴത്തേക്കും വാസ്തവത്തിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി, ചാക്രിക ലേഖനം ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി, സഭയുടെ പാരമ്പര്യം അടിസ്ഥാനപ്പെടുത്തി, ദൈവശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തി, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ചാക്രിക ലേഖനങ്ങൾ ഇറക്കുന്നത്. അത് സഭയ്ക്ക് മുഴുവനും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അത് വിശ്വാസ സത്യങ്ങളല്ല വാസ്തവത്തിൽ. അതുകൊണ്ട് പക്ഷേ ചാക്രിക ലേഖനങ്ങൾ അനുസരിക്കാനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉദ്ദേശത്തോടു കൂടി, അതിനൊരു ലക്ഷ്യത്തോടു കൂടി എഴുതപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളാണ്. അത് മറ്റേ ഇൻഫാലിബിളായിട്ടുള്ള ഒരു പ്രഖ്യാപനം പോലെ നമുക്ക് അത് സ്വീകരിക്കേണ്ട ഇതില്ല. കാരണം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ,
പോളാറാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ചാണല്ലോ ഹുമാനെ വീത്ത്. ആ അത് ഒരു ധാർമ്മിക തലത്തിൽ വരുന്ന ഒന്നാണല്ലോ, ഉവ്വ. സ്വാഭാവികമായിട്ടും ആ. ജനനിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. ഉവ്വ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പുകിലുണ്ടായിട്ടുള്ള കേസുകളാണ്. ഉവ്വ. അപ്പോൾ അത് വാസ്തവത്തിൽ ഇത് ലോകം മുഴുവനും വേണ്ടിയാണല്ലോ അത്. അതെ. അപ്പോൾ ആ വ്യവസ്ഥകൾ വരുമ്പോൾ അതിലപ്രമാദിത്വം ഉണ്ട്. അപ്പോൾ അത് വിശ്വാസ സത്യമായിട്ട് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ള ഒരു, മറ്റേത് ഇൻഫാലിബിളായിട്ട് അംഗീകരിക്കേണ്ട നമുക്ക് കടപ്പാടുണ്ട് വാസ്തവത്തിൽ. ഇപ്പം കത്തോലിക്കർക്ക് ഇൻഫാലിബിളായിട്ട് അപ്രമാദിത്വത്തോടു കൂടി പ്രഖ്യാപിക്കുന്ന ഉള്ള പ്രഖ്യാപനങ്ങൾ കത്തോലിക്കർക്ക് സ്വീകരിക്കാനായിട്ടുള്ള കടപ്പാടുണ്ട്. അതായത് മാർപ്പാപ്പായോ സാർവത്രിക സുനകദോസോ ഒരു പ്രബോധന അധികാരത്തിലൂടെ, പരമമായുള്ള പ്രബോധന അധികാരത്തിലൂടെ ഒരു സത്യം ദൈവികമായി വെളിപ്പെടുത്തപ്പെട്ടത് എന്ന നിലയിൽ വിശ്വസിക്കേണ്ടതായിട്ട് നിർദ്ദേശിക്കുമ്പോൾ, അത് ദൈവികമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടതെന്നുള്ള നിലയിൽ അത് നിർദ്ദേശിക്കുമ്പോൾ അതിനെ വിശ്വാസത്തിൻ്റെ വിധേയത്തോടുകൂടി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ചാക്രിക ലേഖനങ്ങളെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് ഹുമാനെ വീത്തെക്കുറിച്ചോ സന്മാർഗത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് വാസ്തവത്തിൽ, പഠിപ്പിക്കലാണ് വാസ്തവത്തിൽ. പക്ഷേ അത് ഒരു വിശ്വാസ സത്യമായിട്ട് അംഗീകരിക്കാനായിട്ടുള്ള നിലയിലുള്ള ഒരു ദൈവിക വെളിപ്പെടുത്തൽ എന്നുള്ള നിലയിൽ അത് അവതരിപ്പിച്ചിട്ടില്ല ചാക്രിക ലേഖനം എന്നുള്ളൊരു കാര്യം. മാത്രമല്ല, അന്നത്തെ കാലയളവിൽ തന്നെ മാർപ്പാപ്പ ഈ ഹുമാനെ വീത്തെ എടുക്കുന്ന സമയത്ത് തന്നെ, പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ, ചാക്രിക ലേഖനം ഇറക്കുന്ന കാലയളവിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങളും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പഠനം ആണോ എന്നതിനെക്കുറിച്ചുള്ള വിമർശനമൊക്കെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതല്ലാതെ, പക്ഷേ അതൊരു വിശ്വാസത്യമായിട്ട് സ്വീകരിക്കാനായിട്ടുള്ള കടപ്പാട് അന്ന് ചാക്രിക ലേഖനം ഇറക്കുമ്പോൾ അതിൻ്റെ നേച്ചർ, അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്കില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ചും അത് വിശ്വാസികൾ ഫോളോ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ കടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് ഇൻഫാലിബിൾ ടീച്ചിങ്, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മാതാവിൻ്റെ സ്വർഗാരോപണം എന്നുള്ള അതൊരു 1950 മാതാവിൻ്റെ സ്വർഗാരോപണം അതൊരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. ഇൻഫാലിബിൾ ടീച്ചിങ് ആണ്, അപ്രമാദിത്വത്തോടു കൂടിയുള്ള ഒരു പ്രബോധനമാണ് വാസ്തവത്തിൽ. അപ്പോൾ അതിന് കൊണ്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇത് അപ്രമാദിത്വത്തോടു കൂടിയുള്ളതാണ്, എല്ലാവരും കടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കൂട്ടിച്ചേർക്കലും കൂടിയുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രബോധനം അല്ല ഈ ഹുമാനെ വീത്തെ എന്ന് പറയുന്ന ചാക്രിക ലേഖനം. അപ്പം എന്ന് വെച്ചാൽ അത് അപ്രമാദിത്വത്തിന് കീഴിൽ വരുന്നത് ലംഘിക്കുമ്പോൾ പാപമായി തീരും. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ അതിനെ വിശ്വാസത്തിൻ്റെ വിധേയത്വത്തോടു കൂടി സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും ശരി, അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാർപ്പാപ്പ പരമോന്നതനായ ഇടയൻ എന്ന നിലയിലും പ്രബോധകൻ എന്ന നിലയിലും തൻ്റെ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനുള്ള ദൗത്യം മുമ്പിൽ കണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഈ ഇൻഫാലിബിൾ ടീച്ചിങ് ആണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് അതുപോലെ സ്വീകരിക്കാനായിട്ടുള്ള കടപ്പാട് നമുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2-3 എപ്പിസോഡ് മുമ്പ് നമ്മൾ കണ്ട ലൂക്കായുടെ സുവിശേഷം 22:32 പത്രോസിന് കൊടുക്കുന്ന ഒരു അധികാരത്തോടൊപ്പം തന്നെ 22:32 പറയുന്നത് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അതിനുള്ള ഒരു അനുഗ്രഹം, കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തീർച്ചയായിട്ടും പത്രോസിന് ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പിൻഗാമിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതായത് ഈ കർത്താവ് തന്നെ തൻ്റെ പ്രബോധനം തെറ്റുകൂടാതെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെറ്റുകൂടാതെ പഠിപ്പിക്കാനാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഇതൊരു കൃപയായിട്ട് നമ്മൾ കണക്കാക്കണം. പത്രോസിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു കൃപയായിട്ട് തന്നെ, അനുഗ്രഹമായിട്ട് തന്നെ, പ്രത്യേക ഒരു അനുഗ്രഹമായിട്ടും വരമായിട്ടും നമ്മൾ കണക്കാക്കണം. എന്നുവെച്ചാൽ അപ്രമാദിത്വം എന്ന് പറഞ്ഞ ഒരു വരമാണ്. അതെ മാർപ്പാപ്പായുടെ പത്രോസിൻ്റെ പിൻഗാമിക്ക് തെറ്റുകൂടാതെ പഠിപ്പിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ്, മറ്റാർക്കും കിട്ടാത്തൊരു. അതെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്ന സഭയുടെ ഒരു സംവിധാനം, ഈ സഭാ സംവിധാനം വിശ്വാസ സത്യങ്ങൾ തെറ്റുകൂടാതെ പഠിപ്പിക്കാനായിട്ട് സ്ഥാപിക്കപ്പെട്ടതുകൂടിയാണ്. അപ്പോൾ അതിന് തെറ്റുകൂടാതെ പഠിപ്പിക്കാനായിട്ടുള്ള കൃപ കൂടി അതിൻ്റെ നാഥൻ
സഭയിലെ അധികാരിക്ക്, പരമോന്നത അധികാരിക്ക് നൽകിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. തെറ്റുകൂടാതെ ആ അധികാരം അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അത് നിർവഹിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ അപ്രമാദിത്വത്തിന് കീഴിൽ മാർപ്പാപ്പ ഒരു വിശ്വാസ സത്യം പ്രഖ്യാപിക്കുമ്പോൾ അത് അദ്ദേഹം തനിച്ച് ഉള്ളൊരു തീരുമാനത്തിൽ പ്രഖ്യാപിക്കുകയാണോ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ കർദ്ദിനാൾമാരുടെ സംഘത്തോടോ ഒക്കെ ആലോചന ചോദിച്ചിട്ട് ഒന്ന് ആലോചിച്ചിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഇത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് തനിച്ച് പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും ശേഷം, പഠനത്തിനും ശേഷം തനിച്ച് അദ്ദേഹത്തിന് അത് പ്രഖ്യാപിക്കാം, ഒരു കാര്യം പ്രഖ്യാപിക്കാം തനിച്ചും. പക്ഷേ അതോടൊപ്പം തന്നെ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇതുപോലെയുള്ള ഇൻഫാലിബിൾ ആയിട്ടുള്ള ടീച്ചിങ്സ്, അപ്രമാദിത്വത്തോടു കൂടിയുള്ള ഈ പ്രബോധനങ്ങൾ, അതായത് വിശ്വാസികൾ കടപ്പെട്ടിരിക്കുന്ന ഈ പ്രബോധനങ്ങൾ അദ്ദേഹം നൽകുന്നത് വേണ്ടത്ര പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവശാസ്ത്രജ്ഞന്മാരുമായിട്ടുള്ള ഡയലോഗിനും അവരെ ഒക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ്. അവരെല്ലാം, അവരോട് പ്രധാനപ്പെട്ട ആൾക്കാരോടെല്ലാം ഇതേക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ദൈവശാസ്ത്രജ്ഞന്മാരുമായിട്ടും അതുപോലെ തന്നെ മറ്റ് സഭാപണ്ഡിതന്മാരായിട്ടും ഒക്കെ ഉള്ളവരോടുമൊക്കെ ആശയവിനിമയമൊക്കെ നടത്തി അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം കൂടി നടക്കുന്ന ഒരു ഇതാണ്. അങ്ങനെയാവാകാം എന്നുള്ളതാണ്. അപ്പം സഭയിൽ ഓരോ ഫീൽഡിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷവും നടത്താം. ഉദാഹരണമായിട്ട് 1950 നടത്തിയ ആ ഒരു വിശ്വാസ പ്രഖ്യാപനം, മാതാവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച്, അതേക്കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനത്തിന് മുമ്പായിട്ട് അദ്ദേഹം മെത്രാൻ സംഘത്തിൻ്റെ ലോകത്തിലുള്ള മെത്രാന്മാരോട് അവരുടെ അഭിപ്രായം ആരായുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പഠനത്തിന് ശേഷമാണ് വാസ്തവത്തിൽ. തനിയെ എടുത്തിട്ടുള്ളൊരു തീരുമാനം നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു പുതിയ വെളിപ്പെടുത്തലല്ല വാസ്തവത്തിൽ. ഇങ്ങനെ ഇൻഫാലിബിൾ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പുതിയ വെളിപ്പെടുത്തലല്ല, മറിച്ച് സഭയിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ വ്യക്തതയോടുകൂടിയുള്ള വെളിപ്പെടുത്തലാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങളിലൂടെ ഒക്കെ നടക്കുന്നതെന്ന് പറയുന്നത്, ഈ ഇൻഫാലിബിൾ ടീച്ചിങ്ങിലൂടെ നടക്കുന്നത്. ഉദാഹരണമായിട്ട് 1854 പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ജനം, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, ഉത്ഭവഭാവം കൂടാതെ ജനിച്ചു എന്നുള്ള ആ പ്രഖ്യാപനം, അത് ഇൻഫാലിബിൾ ടീച്ചിങ് ആണ്, അപ്രമാദത്തോടുകൂടി ടീച്ചിങ് ആണ്. പക്ഷേ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്നുള്ള ആ ഒരു സത്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സഭയിൽ സഭ വിശ്വസിച്ചിരുന്ന, ആചരിച്ചിരുന്ന, ആഘോഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ സ്വർഗാരോപണം എന്ന് പറയുന്നത്. സഭാപിതാക്കന്മാരുടെയും ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലൊക്കെ അതേക്കുറിച്ച് ചർച്ചയും അതുപോലെ തന്നെ വിശ്വാസവും ആഘോഷവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ സത്യത്തിൻ്റെ വെളിപ്പെടുത്തലല്ല, ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളും ഒക്കെ കുറച്ചുകൂടി വ്യക്തതയോടുകൂടിയുള്ള വെളിപ്പെടുത്തലാണ് ഇതേക്കുറിച്ച് പറയുന്നത്. അപ്പം മാത്രമല്ല, ഈ ഇൻഫാലിബിൾ മാർപ്പാപ്പ അപ്രമാദിത്വമുള്ള ആളാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്, ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത് 1870 പക്ഷേ അതിനു മുമ്പും നോക്കണം, ആദിമസഭ മുതൽ തന്നെ മാർപ്പാപ്പയുടെ അപ്രമാദിത്വം, മാർപ്പാപ്പ തെറ്റുകൂടാതെയുള്ള അവിടുത്തെ ഈ പറയുന്ന കാര്യങ്ങളിലുള്ള 4 വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള അത് നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നതാണ്. മനുഷ്യരുടെ ഇടയിലുള്ള അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആഗസ്തീനോസിൻ്റെ ഒരു വലിയ ഒരു പ്രഖ്യാപനമുണ്ട്, അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. റോമ ലൊക്കുത്ത എസ്ത് കാവുസ ഫിനീത്ത എസ്ത് എന്ന് പറഞ്ഞാൽ, റോമ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ റോമൻ മാർപ്പാപ്പ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റർ അത് സെറ്റിൽഡായി, അതിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പായി എന്നുള്ള കാര്യമാണ്. അത് തെറ്റുകൂടാതെ എങ്ങനെയുള്ള ഒരു തീർപ്പായിരിക്കും അദ്ദേഹത്തിൻ്റെ തീർപ്പെന്നുള്ള ഒരു മാർപ്പാപ്പയുടെ വാക്ക് അവസാന വാക്ക് എന്നുള്ള ഒരു കാര്യമാണ്. അതിൽ തെറ്റുകൂടാത്ത ഒരു വാക്കെന്നുള്ളൊരു അർത്ഥത്തിലാണ് അദ്ദേഹം അത് വിനിയോഗിക്കുന്ന ഒരു കാര്യം എന്നുള്ള കാര്യം. ഈ 1950 മാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ അപ്രമാദിത്വത്തോടുകൂടി
പിന്നീട് എന്തെങ്കിലും അങ്ങനെയുള്ള വിശ്വാസത്യങ്ങൾ ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. വാസ്തവത്തിൽ 1870 ഈ പറയുന്ന മാർപ്പാപ്പായുടെ അപ്രമാദിത്വം ത്തെക്കുറിച്ച് ഉള്ള ആ ഒരു പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഒരു തവണ മാത്രമേ ഉള്ളൂ. ഈ 50 1950 മാത്രമേ ഉള്ളൂ അപ്രമാദിത്വത്തോടു കൂടിയുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. യേശുവിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ സമയമായി. നമ്മൾ ഈ എപ്പിസോഡിൽ മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വിശ്വാസത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും മാർപ്പാപ്പ തൻ്റെ ജനത്തോട്, ദൈവജനത്തോട് സംസാരിക്കുമ്പോൾ, ഔദ്യോഗികമായി സംസാരിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അതിന് മാർപ്പാപ്പയ്ക്ക് തെറ്റുവരികയില്ല, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത് കൊണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. നമ്മൾ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണും. ഇത്രയും സമയം നമ്മളോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, പെരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ യേശുനാമത്തിൽ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.